ഈ എപ്പിസോഡിൽ ICSL നേരിട്ട ഇൻകം ടാക്സ് പരിശോധനയെക്കുറിച്ചും ഭാവി പദ്ധതികളെക്കുറിച്ചും നമുക്ക് സാറിനോട് ചോദിച്ചറിയാം. വെൽക്കം സർ. വെൽക്കം. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിരുന്നു ഇൻകം ടാക്സിനെ കുറിച്ചിട്ട്. നമുക്ക് ഇൻകം ടാക്സ് പരിശോധനകൾ നടന്നിരുന്നു. നോർമലി എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളിലും നടക്കുന്ന അതേ ഇൻകം ടാക്സ് പരിശോധനകൾ തന്നെയാണ് നടന്നിട്ടുള്ളതെങ്കിലും അത് ചില ആളുകൾ അതിനെ തിരിച്ചുവിടുകയും അതിനെക്കുറിച്ച് വ്യാജ പ്രചാരണങ്ങൾ കേൾക്കുകയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് മുന്നോട്ടുള്ള യാത്രയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും, എന്തെങ്കിലും നേരിട്ടായിരുന്നോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാമോ? ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ചരിത്രത്തിലെ ഒരു വലിയ ട്രാജഡി ആയിരുന്നു ഇൻകം ടാക്സിൻ്റെ ഇൻസ്പെക്ഷൻ. നമ്മുടെ ഓഫീസുകളിൽ ഇൻകം ടാക്സിൻ്റെ ഇൻസ്പെക്ഷൻ നടക്കുകയും 3-4 ദിവസത്തെ ഇൻസ്പെക്ഷൻ ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ടിട്ട് പലതരത്തിലുള്ള മീഡിയകളിൽ ഒത്തിരിയേറെ കുപ്രചരണം ഉണ്ടാവുകയും ചെയ്തു. ഇൻകം ടാക്സ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ടാവാറുള്ളതാണ്. അതേസമയം ഞങ്ങളുടെ നടന്ന ആ സെയിം ടൈമിലും അതിനുശേഷവും പല സ്ഥാപനങ്ങളിലും ഉണ്ടായി. അതേക്കുറിച്ച് ഒരിടത്തും ഒരു വാർത്താ മാധ്യമങ്ങളിൽ ശ്രദ്ധയുണ്ടാക്കിയില്ല. ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, ഇൻകം ടാക്സിൻ്റെ ഇൻസ്പെക്ഷൻ നടന്ന സമയത്ത് അത് മറ്റ് ഏജൻസികളുടെ ആണ് എന്നുള്ള വ്യാജ വാർത്തകൾ അടിച്ചുണ്ടാക്കുകയും ശേഷം സൊസൈറ്റി ഇതോടെ ക്ലോസ് ആവാൻ പോകുന്നു എന്നുള്ള ഒരു കുപ്രചരണം മറ്റ് തൽപര കക്ഷികൾ മനഃപൂർവ്വം സൃഷ്ടിക്കപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യം ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ തെറ്റിദ്ധരിക്കുകയും, ദാറ്റ് മീൻസ് ഇൻവെസ്റ്റേഴ്സ് തെറ്റിദ്ധരിക്കുകയും, ഒരു ഫൈനാൻഷ്യൽ സ്ഥാപനത്തെ സംബന്ധിച്ച് നമ്മുടെ ഡെപ്പോസിറ്റേഴ്സ് തെറ്റിദ്ധരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ വിഡ്രോ ചെയ്യാനായിട്ട് വരും. ഒരു ബൾക്കായിട്ടുള്ള വിഡ്രോവൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു സ്ഥാപനത്തിന് താങ്ങാൻ പറ്റുന്നതായ ഒരു സംഭവ വികാസമല്ല. ഒരുമിച്ച് ഒരു പേയ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതും സാധ്യമല്ല. പക്ഷേ എന്നാൽ ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയെ സംബന്ധിച്ച് ആ സാഹചര്യവും വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിച്ചു. 1400 കോടി രൂപ പ്രീ മെച്യൂരിറ്റി. നമ്മൾ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന ഫണ്ട് ഒരു കാരണവശാലും നമുക്ക് എപ്പോഴാണ് അവർ പ്രീ മെച്യൂരിറ്റി ആയിട്ട്, മീൻസ് അതിൻ്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുന്നമേ എടുക്കാൻ വരുന്നത് നമുക്കറിയാൻ സാധിക്കില്ല. അതേസമയം മച്യൂരിറ്റി എപ്പോഴാണ് നമുക്കറിയാൻ പറ്റും. മച്യൂരിറ്റിക്കുള്ള ഫണ്ട് നമുക്ക് അതാ സമയത്ത് സൂക്ഷിച്ച് വയ്ക്കുവാനും സാധിക്കും. അതേസമയം പ്രീ മെച്യൂരിറ്റി ഏത് സമയത്ത് വരും നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ബൾക്കായിട്ട് വന്ന പ്രീ മെച്യൂരിറ്റിയെ നമ്മൾ കൈകാര്യം ചെയ്യും. ആ സമയം തന്നെ ഒരു മച്യൂരിറ്റിയോ ഒരു MIS ഇൻട്രസ്റ്റോ യാതൊരു വിധത്തിലുള്ള മറ്റ് ആനുകൂല്യങ്ങളും, ദാറ്റ് മീൻസ് ഇൻസെൻറ്റീവ്, സാലറി ഒന്നും പെൻഡിങ് ആവാതെ എല്ലാം യഥാസമയം കൊടുത്ത് ഈ സൊസൈറ്റിയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനുവേണ്ടി എൻ്റെ കൂടെ അഹോരാത്രം പണിയെടുത്ത ഒരു ടീം തന്നെയുണ്ട്. അവർ ആത്മാർത്ഥമായി പണിയെടുക്കുകയും രാപകലില്ലാണ്ട് സൊസൈറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത് ഇന്ന് സൊസൈറ്റി നല്ല നിലയിൽ നിൽക്കുന്നു. ഇതൊരു അഗ്നിശുദ്ധിയായിരുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ ആരൊക്കെ നമ്മളെ കൂടെ നിന്നു, ആരൊക്കെ നമ്മെ തള്ളി പറഞ്ഞു, ഇതെല്ലാം യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പറ്റിയ ഒരു നല്ല ടൈമായിരുന്നു. ഈ അഗ്നിശുദ്ധി കഴിഞ്ഞ് ഏറ്റവും 916 ആയ ഒരു പരിപൂർണമായ ഒരു എന്താ പറയുക, ഒരു ഗോൾഡ് പുറത്തു വന്ന് ഈ സൊസൈറ്റി അതിൻ്റെ ആ കാലഘട്ടം അതിജീവിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഇനി ഉള്ള ഭാവി എന്ന് പറയുന്നത് 100% സേഫായ സോണിലൂടെയുള്ള യാത്രയാണ്. ഈ കഴിഞ്ഞ സമയത്ത് പോലും ചില യൂട്യൂബ് ചാനലുകളിൽ സൊസൈറ്റിയെക്കുറിച്ച് മോശമായ വാർത്തകൾ മനഃപൂർവ്വം കെട്ടിച്ചമയ്ക്കപ്പെട്ടു. ഇത് ഒത്തിരിയേറെ ആൾക്കാരിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്യാൻ വീണ്ടും ഇടയാക്കി. ഇതെല്ലാം സ്ഥാപിത താല്പര്യത്തോടെ ചില തൽപര കക്ഷികൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ സൊസൈറ്റിയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ഷെയർ ഹോൾഡേഴ്സും അതോടൊപ്പം തന്നെ ഫെസിലിറ്റേറ്റേഴ്സും എംപ്ലോയീസും ഉണ്ട്. അവരുടെ ഒത്തൊരുമയും അവരുടെ സൊസൈറ്റിയോടുള്ള ആത്മാർത്ഥമായ വിശ്വാസവുമാണ് എൻ്റെ ഊർജ്ജം എന്ന് പറയുന്നത്. 10,000-കണക്കിന് ആൾക്കാർക്ക് അന്നം കൊടുക്കുന്ന ഈ സ്ഥാപനം നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത് എന്നെപ്പോലെ തന്നെ നന്മ ആഗ്രഹിക്കുന്ന, സമൂഹത്തിന് നന്മ ആഗ്രഹിക്കുന്ന ഏതൊരാളുടെയും കടമ തന്നെയാണ്. അതുതന്നെയാണ് ഞാൻ നിർവഹിക്കുന്നത്. പിന്നെ ഈ ഇത്രയേറെ പ്രതിസന്ധി ഉണ്ടായ ശേഷവും ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഒരു ബ്രാഞ്ച് പോലും അടച്ചിട്ടില്ല.
ഒരു ബ്രാഞ്ചെങ്കിലും അടപ്പിക്കുവാനുള്ള തീവ്ര ശ്രമം നടന്നു. സൊസൈറ്റിയുടെ നടന്നിരുന്നു. സൗത്ത് മേഖലയിൽ യാതൊരു പ്രോബ്ലം ഇല്ലാതിരിക്കുക. കേരളത്തിലാണ് ഈ പ്രോബ്ലം ഉണ്ടായത്. സൗത്ത് മേഖലകളിലേക്ക് യാതൊരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. എന്നാൽ നോർത്ത് മേഖലയിൽ മനഃപൂർവ്വം ബ്രാഞ്ചുകളിൽ പ്രോബ്ലം സൃഷ്ടിക്കപ്പെടുവാൻ ശ്രമിക്കുകയും ബ്രാഞ്ചുകൾ അടയ്ക്കാനുള്ള തീവ്ര ശ്രമം നടക്കുകയും എന്നാൽ ഒരു ബ്രാഞ്ച് പോലും അടയ്ക്കാണ്ട് നമ്മൾ പ്രീ മെച്യൂരിറ്റി വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി. ഇതിൽ റീജിയണൽ ഓഫീസിൽ വിപുലീകരിച്ച് നല്ല രീതിയിൽ വിപുലീകരിച്ച് റീജിയണൽ ഓഫീസിലെ ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെയും തീർത്ത് അഡ്മിനിസ്ട്രേഷൻ തലത്തിലുള്ള പ്രശ്നങ്ങളെ മുഴുവൻ റിമൂവ് ചെയ്ത് നല്ലൊരു പുതിയ സ്ട്രോങ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷനും നല്ല ഒരു ബലവത്തായ ഒരു സിസ്റ്റവും ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയും അതേസമയം പ്രീ മെച്യൂരിറ്റി ടൈമിൽ ഈ സൊസൈറ്റിക്ക് വേണ്ടി ആത്മാർത്ഥമായി പണിയെടുത്ത വളരെ ചുരുക്കം എന്ന് പറഞ്ഞാൽ വിരലെണ്ണാവുന്ന വ്യക്തികളുടെ തീവ്ര പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് യാതൊരു പ്രോബ്ലം ഒരു ബ്രാഞ്ചിലും ഉണ്ടാവാണ്ട് വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുമെന്നുള്ളതാണ് നഗ്നമായ സത്യം. ഒത്തിരിയേറെ ആൾക്കാർ ബൾക്കായിട്ട് ബ്രാഞ്ചുകളിലേക്ക് ഇടിച്ചു കയറുകയും നമുക്ക് കറക്റ്റ് സമയത്ത് കൊടുക്കാൻ പറ്റാണ്ട്, അതായത് നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന ടൈമിൽ ബൾക്ക് ക്വാണ്ടിറ്റിയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഒരിക്കലും അതിൻ്റെ ഒഫീഷ്യൽ വർക്കുകളൊന്നും പൂർത്തിയാക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തെ എല്ലാം അതിജീവിച്ച് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി ഇനി യാതൊരു തരത്തിലുള്ള പ്രോബ്ലവും ഭാവിയിൽ ഉണ്ടാകാത്ത വിധം അതോടൊപ്പം തന്നെ നമ്മുടെ ഇനിയുള്ള ഭാവി പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല സ്ട്രോങ് ലെവൽ, അതായത് നിയമപരമായ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകത്തക്ക രീതിയിൽ ആ ഒരു വലിയ പ്രതിസന്ധിയെ അതിജീവിച്ചു മുന്നോട്ട് സൊസൈറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് 100% എനിക്ക് അതിന് ഒത്തിരിയേറെ ആൾക്കാരോട് നന്ദി പറയാനുണ്ട്. അത് ഇതൊരു വേദിയല്ല, പക്ഷേ എങ്കിലും അതെൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉണ്ട് എന്ന് മാത്രം ഈ സമയം ഓർക്കുകയാണ്. സാർ ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ കൂണ് പോലെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ മുളച്ചു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്താണ് ICCSLന്റെ സാമൂഹ്യ പ്രസക്തി? ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി അതിൻ്റെ പാവപ്പെട്ട അനേക കണക്കിന് മെമ്പേഴ്സിന് ഒരു തൊഴിൽദാതാവ്, ഒരു അന്നദാതാവ്, അതിലപ്പുറം അവരുടെ സാമ്പത്തിക പ്രതിസന്ധിയെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന ചെറുതും വലുതുമായ ചെറിയ പലിശയ്ക്കുള്ള ലോണുകൾ നൽകിയും മറ്റും അവരുടെ സാമ്പത്തിക പ്രതിസന്ധിയും സാമ്പത്തിക അച്ചടക്കവും പാലിച്ചു കൊണ്ടുപോകുന്ന ഒരു നല്ല കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സൊസൈറ്റിയുടെ വിശ്വാസ്യത നിലനിർത്താനുള്ള മുഖ്യ കാരണം ഈ മെമ്പേഴ്സിന് സൊസൈറ്റിയുള്ള വിശ്വാസ്യത, അവരുടെ സർവീസ്, അവർക്ക് കിട്ടുന്ന സർവീസ് സേവനം നല്ലതാണെന്ന് പരിപൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ നൽകുകയും അവർക്ക് നല്ലൊരു വരുമാന മാർഗം ഉണ്ടാക്കുകയും അവരുടെ ജീവിത മാർഗം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതിൽ ഒരു നല്ല പങ്ക് ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി വഹിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ. ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നലെ പെയ്ത മഴയ്ക്ക് മുളച്ച ഒരു തകരയല്ല ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി. ഈ സൊസൈറ്റി 26 വർഷത്തെ പാരമ്പര്യം ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊന്ന് ചിന്തിക്കുക, എത്ര വട്ടം ഈ സൊസൈറ്റി അതിൻ്റെ മച്യൂരിറ്റി കൊടുത്തു കഴിഞ്ഞു എന്ന്. ഒരു റിക്കറിംഗ് ഡെപ്പോസിറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു FDയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 5 വർഷത്തെ കാലാവധിയാണ്. അങ്ങനെ എത്ര 5 വർഷം കൊടുത്തു കഴിഞ്ഞു, എത്ര ആൾക്കാർക്ക് തിരിച്ചു കൊടുത്തു, അവർക്ക് ഫണ്ട് തിരിച്ചു കിട്ടുമ്പോഴാണ് അവരുടെ വിശ്വാസ്യത. നമ്മൾ അനാവശ്യമായ മോഹന വാഗ്ദാനങ്ങളോ പാലിക്കാൻ പറ്റാത്തതായ മറ്റ് വാഗ്ദാനങ്ങളോ ഒന്നും നൽകി ആരിൽ നിന്നും ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ ഇന്ന് കേരളത്തിനെ സംബന്ധിച്ച് എസ്പെഷ്യലി ഒത്തിരിയേറെ മോഹന വാഗ്ദാനങ്ങളുമായി പല സാമ്പത്തിക പ്രസ്ഥാനങ്ങളും വരികയും അവരിൽ നിന്നും ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് പണം കൈപ്പറ്റുകയും ഡെപ്പോസിറ്റായി സ്വീകരിക്കുകയും പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം തിരിച്ചു കൊടുക്കേണ്ട സമയമാകുന്നതിന് മുമ്പേ അപ്രത്യക്ഷമാകുന്നതുമായ ഒരു സാഹചര്യമാണ്. ഞാൻ മുന്നേ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് തിരിച്ചു വരികയാണ്. 26 വർഷം എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ ഒരു സൊസൈറ്റി എന്ന നിലയിൽ ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി സമൂഹത്തിൽ നിലനിൽക്കുകയും അവർക്ക് വിശ്വാസ്യமான വിധം മുന്നോട്ട് പോവുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ കാലത്തുണ്ടായ ഏറ്റവും വലിയ ട്രാജഡിയിലും ഈ സൊസൈറ്റിക്ക് പിടിച്ചു നിൽക്കുവാനും മുന്നോട്ട് പോകാനും സാധിച്ചത്. ഇപ്പോഴും നിലനിൽക്കുന്നതും ഇനി ഭാവിയിലേക്ക് നിലനിർത്തേണ്ടതും ഈ സൊസൈറ്റിയെ ആജീവനാന്തം തലമുറയെ നിലനിർത്തക്ക രൂപത്തിൽ അടിസ്ഥാന ശിലയിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുമായൊരു കടിമ ചെയർമാൻ എന്ന നിലയിൽ എന്നിൽ നിക്ഷിപ്തമാണ്. അത് ഞാൻ ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. എൻ്റെ ഈ കാലഘട്ടത്തിലെ പ്രവർത്തനം ഏറ്റവും സുതാര്യവും അതോടൊപ്പം തന്നെ സുശക്തവുമാണ്. പുറമേ നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തികളുടെ ഭീഷണിയിലോ അല്ലെങ്കിൽ അവരുടെ കിംവദന്തിയിലോ അവർ പറയുന്നതായ വ്യാജ വാർത്തയിലോ അകപ്പെട്ടിട്ട് തകർന്നു പോകുന്ന ഒന്നല്ല ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി. കാരണം ഇത് പണിയപ്പെട്ടത് നല്ല സ്ട്രോങ് ആയ ഏറ്റവും ഉറപ്പുള്ള ഒരു സ്ഥലത്ത് പണിത വീട് മുണക്ക് സുസ്ഥിരമായ ഒരു സംവിധാനത്തോടെയാണ്. ആയതുകൊണ്ട് ഇത് എക്കാലവും നിലനിൽക്കുക തന്നെ ചെയ്യും.
ഈ സൊസൈറ്റി ഏറ്റെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ചെയർമാൻ ആകുന്ന സമയത്ത് 80 കോടി രൂപയുടെ ബാധ്യത ഉണ്ടെന്ന് ഞാൻ മുന്നേ പറഞ്ഞു. ആ ബാധ്യതയിൽ നിന്നും അതൊരു പ്രോഫിറ്റ് ഉണ്ടായ സ്ഥാപനത്തിലേക്ക് ദീർഘവീക്ഷണത്തോടെയും നല്ല പ്ലാനിങ്ങോടെയും കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ടീമിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഇനിയും ഇതിനേക്കാൾ കൂടുതൽ നല്ല ഒരു നിലയിലേക്ക് ഈ സൊസൈറ്റിയെ കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. സർ, ഈ സൊസൈറ്റിക്ക് എത്ര ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്? ടോട്ടലി എത്ര ഏജൻസ് ആണുള്ളത്? അതുപോലെ തന്നെ എത്ര ബ്രാഞ്ചസ് ഉണ്ട്? ഈ സൊസൈറ്റിക്ക് ഇപ്പോൾ 10 ലക്ഷത്തിലധികം മെമ്പേഴ്സ് ഉണ്ട്. ദാറ്റ് മീൻസ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. അതോടൊപ്പം 30,000-ൽ പരം ആക്റ്റീവ് ഏജൻറ്റുമാർ, 100 രൂപ മുതൽ 1000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ വരുമാനം വാങ്ങുന്ന ഏജൻറ്റുമാരുമുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് സൗത്ത് ഇന്ത്യയിൽ മൊത്തം 100-ൽ പരം ബ്രാഞ്ചസും ഉണ്ട്. മൊത്തം ഈ സൊസൈറ്റിയെ സംബന്ധിച്ച് ഏകദേശം 5,000-ൽ പരം കോടി രൂപ ടേൺ ഓവർ ഇതുവരെ ആയിക്കഴിഞ്ഞു. നമ്മൾ സൗത്ത് ഇന്ത്യയിലെ ഒരു നമ്പർ 1 സൊസൈറ്റിയാണ് ICCSL. ICCSL വന്നതിന് ശേഷമാണ്, ഞാൻ മുന്നേ പറഞ്ഞു, ICCSL വന്നതിന് ശേഷമാണ് മറ്റ് പല സൊസൈറ്റികളും കേരളത്തിൽ വന്നതും മറ്റ് സൗത്ത് ഇന്ത്യയിൽ വന്നതും. പലതും ഇന്ന് എന്തെങ്കിലും ആയി തീർന്നിട്ടുണ്ടെങ്കിലും ICCSL ആയതിനു ശേഷമാണ്. ICCSL വന്ന് ICCSL ഉണ്ടാക്കിയ ഗുഡ്വിൽ, അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ കേരള സമൂഹം മൾട്ടി സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയെക്കുറിച്ച് അറിയുന്നത് തന്നെ. അതോടൊപ്പം തന്നെ കേരളത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു ഇമേജ്, ഞാൻ മുന്നേ പറഞ്ഞു, ഹൈക്കോടതിയിൽ നിന്നും ഒരു ഓർഡർ ഉണ്ടാക്കുകയും, മീൻസ് സ്റ്റേറ്റ് ജോയിൻറ്റ് രജിസ്ട്രാർ കണ്ണൂർ ബ്രാഞ്ച് അടച്ചുപൂട്ടി 7-ാം ദിവസം നമുക്ക് വിധി കിട്ടി. ആ വിധിയാണ് പിന്നീട് പല മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോലും അവരുടെ പ്രവർത്തനം സ്ഥിരപ്പെടുത്തുന്നതിന് ഉപയോഗിച്ചു എന്നുള്ള ഒരു വലിയ സത്യവും കൂടി നിലനിൽക്കുകയാണ്. ഈ സൊസൈറ്റിയുടെ ഭൂരിഭാഗം മെമ്പേഴ്സും ഗ്രാമങ്ങളിൽ നിന്നുള്ളവരാണ്. വളരെ ചെറുതും വലുതുമായ ജനങ്ങൾ, ഗ്രാമങ്ങളിൽ നിന്നുള്ള ചെറുതും വലുതുമായ ജനങ്ങൾ ഇതിൻ്റെ ഷെയർ ഹോൾഡേഴ്സായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ സൊസൈറ്റിയുടെ ഏറ്റവും വലിയ അസറ്റ്. ഓക്കെ, സാർ ഇപ്പോൾ പറഞ്ഞല്ലോ 90%-ഉം ഷെയർ ഹോൾഡേഴ്സ് വരുന്നത് ഗ്രാമങ്ങളിൽ നിന്നാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 30,000-ഓളം ഏജൻസ് ഉണ്ട്. അപ്പോൾ ഇവർക്ക് വേണ്ടി എന്താണ് ഇനി നെക്സ്റ്റ് ICCSL എന്താണ് നെക്സ്റ്റ് പ്ലാൻസ്? അതുപോലെ ഇനി പുതിയതായിട്ട് ഇവർക്ക് എന്തെല്ലാം പദ്ധതികളാണ് സാർ പ്ലാൻ ചെയ്തിട്ടുള്ളത്? നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്നാണ് ഭൂരിഭാഗം ഷെയർ ഹോൾഡേഴ്സും എന്നത് സത്യമാണ്. 90%-ഓളം വരുന്നതും ഗ്രാമങ്ങളിൽ നിന്ന് തന്നെയാണ്. നമ്മുടെ ബ്രാഞ്ചുകൾ ഏറെ സ്ഥിതി ചെയ്യുന്നതും ഗ്രാമങ്ങളിലാണ്. കേരളത്തിൽ അല്ല, അതേസമയം മറ്റ് സ്റ്റേറ്റുകൾ ഭൂരിഭാഗവും ഗ്രാമങ്ങളിൽ തന്നെയാണ്. നമ്മളെ സംബന്ധിച്ച് 10 ലക്ഷത്തിൽ പരം വരുന്ന ഈ ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടി, അവരുടെ സർവീസ് കൊടുക്കുന്നതിന് വേണ്ടി ഏറ്റവും നൂതനമായ ബാങ്കിങ് സംവിധാനം കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ അവരുടെ ഉന്നമനത്തിന് വേണ്ടി മറ്റ് സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ കൊണ്ടുവരാൻ പോകുന്ന ഏറ്റവും പുതിയൊരു സംവിധാനമാണ് സൂപ്പർ ഷോപ്പി. സൂപ്പർ ഷോപ്പി എന്ന് വെച്ചാൽ നമുക്ക് ദൈനംദിന ആവശ്യത്തിനുള്ള വീട്ടുപയോഗ സാധനങ്ങൾ നമ്മുടെ സൊസൈറ്റിയുടെ സൂപ്പർ ഷോപ്പി വഴി ഏറ്റവും കുറഞ്ഞ ഡിസ്കൗണ്ടിൽ, നല്ല ഡിസ്കൗണ്ടിൽ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് അവർക്ക് നിത്യോപയോഗ സാധനങ്ങൾ കിട്ടാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ കൊണ്ടുവരുന്ന അടുത്തൊരു സംവിധാനമാണ് ന്യൂ ജനറേഷൻ ബാങ്കിങ് സിസ്റ്റം. ആ ബാങ്കിങ് സിസ്റ്റത്തിൽ നമ്മൾ ATM കൗണ്ടറുകൾ കൊണ്ടുവരും. ഈ ATM കൗണ്ടറിൽ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് സൊസൈറ്റിയുടെ ATM കാർഡ് ഉപയോഗിച്ച് ഏത് ബാങ്കിൻ്റെ ATM കൗണ്ടറിൽ നിന്നും ഫണ്ട് വിഡ്രോ ചെയ്യാനും അതോടൊപ്പം തന്നെ അവർക്ക് മറ്റേത് ബാങ്കിൻ്റെ ATM കാർഡ് ഉപയോഗിച്ച് സൊസൈറ്റിയുടെ ATM കൗണ്ടറിൽ നിന്ന് വിഡ്രോ ചെയ്യാനും സാധിക്കുകയും അതോടൊപ്പം തന്നെ സൊസൈറ്റിയുടെ CDM മെഷീൻ വഴി ഏത് ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്കും ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള സംവിധാനം എത്തിക്കുന്നു. പിന്നീട് നമ്മൾ മുന്നമേ പറഞ്ഞുകൊണ്ട് തന്നെ ICCS കോളേജ്, ആ കോളേജിൽ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് ഫീസിൽ ഇളവ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സൊസൈറ്റിയിൽ ഉള്ള മെമ്പേഴ്സ്, അവർക്ക് ഒത്തിരിയേറെ ആൾക്കാർ ഈ സൊസൈറ്റിയിലേക്ക് വന്നു ചേർന്നത് ഒത്തിരിയേറെ ബാധ്യതകളുടെ നടുവിൽ നിന്നാണ്. അവർക്ക് ജീവിതത്തിൽ ഇനി എന്ത് എന്ന ഒരു ആൻസർ ഇല്ലാണ്ട് നിൽക്കുമ്പോൾ ഈ സൊസൈറ്റിയിൽ വന്നു ചേരുകയും സൊസൈറ്റിയിലെ മെമ്പറാവുകയും ശേഷം ഒരു ഫെസിലിറ്റേറ്റർ ആവുകയും ഏജൻസി വർക്ക് ചെയ്യും. അങ്ങനെ അവരുടെ ബാധ്യതകൾ തീർന്ന് ഒത്തിരിയേറെ ജനങ്ങൾ അവരുടെ കുടുംബത്തെ പച്ചപിടിപ്പിച്ച ഒരു ചരിത്രമുണ്ട്. ഇന്ന് പലരുടെയും മുഖത്ത് അവരുടെ ജീവിതത്തിൽ അവർ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവർ എന്തെങ്കിലുമൊക്കെ ആയിത്തീർന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറയുന്ന ഈ മഹത്തായ പ്രസ്ഥാനം കൊണ്ടാണ്. ആ ഒരു വിശ്വാസം
ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ ഒരു കാരണമായിട്ടുണ്ടെങ്കിൽ, ഞാൻ എന്തെങ്കിലും ആയി തീർന്നിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം കൊണ്ടാണ്. അത് എന്താ പറയണ്ടേ, അത് ദൈവത്താൽ കയ്യൊപ്പ് പതിപ്പിക്കപ്പെട്ട ഒരു മഹത്തരമായ പ്രസ്ഥാനമാണ് ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി. ആ സൊസൈറ്റി മുഖാന്തരം തന്നെ ആയിരക്കണക്കിന് ജനങ്ങൾ രക്ഷപ്പെടുകയും ആയിരക്കണക്കിന് ജനങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധി തീരുകയും അവരുടെ കടബാധ്യത ഒഴിവാക്കുകയും അതോടൊപ്പം തന്നെ പലരും ജപ്തിയുടെ വഴിയിൽ നിന്നിട്ട് അവരുടെ ലോൺ സൊസൈറ്റിയിലോട്ട് ടേക്ക് ഓവർ ചെയ്യുകയും ശേഷം അവർ ഈ സൊസൈറ്റിയിലൂടെ തന്നെ വരുമാനം ഉണ്ടാക്കി ആ ലോൺ അടച്ചു തീർക്കുകയും, അങ്ങനെ പറയുവാൻ ഒത്തിരിയേറെ കഥകളുണ്ട്. അത് നിങ്ങൾ പൊതുജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഒരു സൊസൈറ്റിയുടെ ഒരു ബ്രാഞ്ചിൽ ചെന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ അവർ വ്യക്തമായിട്ട് പറഞ്ഞു തരും, ഞങ്ങളിന്ന് ഞാൻ ഉടുത്തിരിക്കുന്ന ഈ സാരി അല്ലെങ്കിൽ ഈ ഡ്രസ്സിങ് പോലും ഈ സൊസൈറ്റിയിൽ വന്നതിന് ശേഷമാണ്. കാരണം പലരും അവരുടെ വികാരങ്ങൾ പല മീറ്റിങ്ങുകളിൽ ഓപ്പണായിട്ട് പറയുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്, എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് അത് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഒരു ചെയർമാൻ എന്നുള്ള രൂപത്തിൽ ഞാൻ അധികം സന്തോഷവാനാണ്. അത് ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ പാതയാണ്. അനുഗ്രഹമായിരിക്കാം, ആ പ്രാർത്ഥനകളായിരിക്കാം, ആയിരങ്ങളുടെ പ്രാർത്ഥനകളായിരിക്കാം ഇന്നും ഈ സ്ഥാപനത്തെ ഇത്രയേറെ ശക്തികൾ ഒരു വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടും ഒന്നും ചെയ്യാൻ സാധിക്കാണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ICCSLന്റെ മുന്നിലുള്ള ഇനി പുതിയ വികസന പദ്ധതികൾ എന്തൊക്കെയാണ്? ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയെ സംബന്ധിച്ച് കഴിഞ്ഞ കാലത്തിലെ വീഴ്ചകൾ ഉണ്ടായ ആ പ്രശ്നങ്ങൾ അതെല്ലാം അതിജീവിച്ച് പുതിയൊരു ജന്മമാണ് എന്ന് ഞാൻ മുന്നേ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഈ സൊസൈറ്റിയെ അതിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി കേരളത്തെ 2 സോണുകളായി തിരിച്ചു, നോർത്തും സൗത്തും. അതിനുശേഷം ആ നോർത്ത് സോണിനും സൗത്ത് സോണിനും 2 ഡെവലപ്മെൻറ്റ് മാനേജർമാരെ വെച്ച് റിക്രൂട്ട് ചെയ്യുകയും നമ്മുടെ വികസനം യഥാർത്ഥമായ സൊസൈറ്റിയുടെ മുഖം എന്താണെന്ന് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിലേക്ക് എത്തിക്കുന്നതിനുള്ള കാര്യങ്ങൾ നമ്മൾ ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഭാവിയിൽ നമുക്ക് ഇനിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാകാണ്ട് നമ്മൾ അത്യധികം സൂക്ഷ്മതയോടെയാണ് പോകുന്നത്. ഈ സൊസൈറ്റിക്ക് നല്ലൊരു ഉപദേശക സമിതി ഉണ്ടാക്കുകയും ഒരു ഫൈനാൻഷ്യൽ സ്ക്രീനിങ് കമ്മിറ്റി ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ഫെസിലിറ്റേറ്റേഴ്സിൽ നിന്നും ഏറ്റവും സീനിയേഴ്സായ 2 പേർ ഉൾപ്പെടുന്ന ഒരു സ്ക്രീനിങ് കമ്മിറ്റി ഉണ്ടാക്കി നമ്മൾ മുന്നോട്ട് ഉള്ള യാത്രയിൽ സുതാര്യത കൂടുതൽ കൊണ്ടുവരാനുള്ള ശ്രമമാണ്. പിന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം കൂടുതൽ ശക്തമായിട്ട് നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്ന് ഏറ്റവും സ്ട്രോങ് ആയ രൂപത്തിൽ തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. അതോടൊപ്പം ഈ സൊസൈറ്റിയിൽ നിന്ന് ലോണായിട്ട് പോയിരിക്കുന്ന ഫണ്ടുകൾ എത്രയും പെട്ടെന്ന് വിത്ത് ഇൻട്രസ്റ്റ് ചെയ്തും തിരിച്ച് സൊസൈറ്റിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന വലിയ ഒരു കടമയും കൂടെ എന്നിലുണ്ട്. അത് ഞാൻ നിർവഹിക്കുകയും ചെയ്യും, അത് നിർവഹിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ഇപ്പോൾ നമ്മൾ തിരിച്ചിരിക്കുന്ന 2 സോണുകളുടെ പ്രവർത്തനവും ഉടൻ തന്നെ ആരംഭിക്കുകയും ഏറ്റവും നൂതനമായ സോഫ്റ്റ്വെയർ, നല്ല രീതിയിലുള്ള സോഫ്റ്റ്വെയറും അതോടൊപ്പം തന്നെ ATM ഫെസിലിറ്റി, ന്യൂ ജനറേഷൻ ബാങ്കിങ് സംവിധാനം എല്ലാം ഈ സൊസൈറ്റിയിൽ എത്തിക്കുകയാണ്. നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വിരൽത്തുമ്പിൽ തന്നെ ബാങ്കിങ് സംവിധാനം എന്ന് പറയുന്ന ആ ഒരു ലെവൽ, അത് ഫോൺ ബാങ്കിങ് ഉൾപ്പെടെയുള്ള സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നു. നമ്മുടെ ATM കൗണ്ടർ ഇനാഗുറേറ്റ് ചെയ്യാൻ പോകുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ബ്രാഞ്ചുകൾ മറ്റ് സ്റ്റേറ്റുകളിലേക്ക്, ഗോവ, അതോടൊപ്പം തന്നെ മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഡൽഹി അങ്ങനെയുള്ള സ്റ്റേറ്റുകളിലേക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പ്രവർത്തനം ഉണ്ടാവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ് ICCS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റ്. സൊസൈറ്റിയുടെ സ്വന്തം ഉടമസ്ഥതയിലുള്ള ഒരു കോളേജാണത്. ആ കോളേജിനെ സംബന്ധിച്ച് ഒരു ഭാവിയിൽ നല്ലൊരു എന്താ പറയുക, ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി ആയിട്ട് ഉയർത്തുക എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടെ ഏറ്റവും നൂതനമായ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഏറ്റവും നല്ല യോഗ്യതയുള്ള അധ്യാപകരെ വച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന നല്ലൊരു പ്രസ്ഥാനം. 1000-ൽ പരം കുട്ടികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ പോളിടെക്നിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2 NBFCകൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഒരു NBFC ആയിട്ട് കൊണ്ടുപോവുകയും, ഞാൻ മുന്നമേ പറഞ്ഞിരുന്നു നമ്മൾ NBFCയിൽ ഷെയർ പർച്ചേസ് ചെയ്ത് ഇപ്പോൾ അതെന്ത് വാല്യൂ ആയെന്ന് മുന്നേ ഞാൻ പറഞ്ഞിരുന്നു മുമ്പത്തെ എപ്പിസോഡിൽ. ഇപ്പോൾ ആ NBFC മുന്നോട്ട് കൊണ്ടുപോവുകയും അതോടൊപ്പം തന്നെ ഒരു ICCS ലിമിറ്റഡ് എന്ന് പറയുന്ന വേറൊരു NBFCയെ അത് സ്മോൾ ഫിനാൻസ് ബാങ്കായി കൺവേർട്ട് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭാവിയിൽ നല്ല ഒരു ബാങ്കിങ് സംവിധാനം കൊണ്ടുവന്ന്
ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയെ തലമുറയായി ആ സൊസൈറ്റി ആയിട്ട് തന്നെ നിലനിർത്തുകയും എന്നാൽ സൊസൈറ്റിക്ക് കൂടുതൽ ലാഭമുണ്ടാക്കുന്ന സൊസൈറ്റി പ്രൊമോട്ടറാകുന്ന മറ്റ് പ്രസ്ഥാനങ്ങൾ വരികയും ആ പ്രസ്ഥാനത്തിലൂടെ വരുന്ന വരുമാനം സൊസൈറ്റിയുടെ മെമ്പേഴ്സിന് കിട്ടുന്ന അല്ലെങ്കിൽ ലാഭവിഹിതം കിട്ടുന്ന രൂപത്തിൽ ഈ സ്ഥാപനത്തെ വളർത്തിക്കൊണ്ട് വരികയുമാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ NBFC രംഗത്ത് സജീവമായി പുതിയൊരു വളർച്ചയാണ് ICCSL ലക്ഷ്യമിടുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മാറ്റം? ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി അതിൻ്റെ സേവനം കൊടുക്കുന്നത് അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് മാത്രമാണ്. നമ്മൾ ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞിരുന്നു മുന്നത്തെ എപ്പിസോഡിൽ, മംഗളം ഇൻഡസ്ട്രിയൽ ഫൈനാൻസ് എന്ന് പറയുന്ന NBFC നമ്മൾ ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. ആ NBFCയുടെ പ്രൊമോട്ടറായിട്ട് വരാൻ പോകുന്നത് ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയാണ്. നമ്മൾ 1 രൂപ ഫേസ് വാല്യൂ ഉള്ള ഷെയർ 100 crore ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3.7, ആക്ച്വലി ഐ തിങ്ക് 6 months ബിഫോർ ഒരു 10 രൂപയ്ക്ക് അടുത്തായിരുന്നു എൻ്റെ വാല്യൂ. ഇപ്പോൾ കുറച്ച് താഴേക്ക് പോകുന്നതാണ്. വീണ്ടും അത് ഉയരും. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ വാല്യൂ വെച്ച് 3 to 4 ടൈം അതിൻ്റെ വാല്യൂ ആയി കഴിഞ്ഞു. 400 CR അടുത്തായി കഴിഞ്ഞു. അപ്പോൾ ആ ഒരു NBFCയിലൂടെ നമ്മൾ പബ്ലിക്കിലേക്ക് ലോൺ എത്തിക്കുക എന്നുള്ളതാണ്. നമുക്ക് സൊസൈറ്റിക്ക് മാക്സിമം നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 16.5% ആണ്. അതേസമയം നമ്മൾ NBFC ത്രൂ പോവുകയാണെങ്കിൽ അത് 18 മുതൽ 24% വരെ വാങ്ങാൻ സാധിക്കും. ഗോൾഡ് ലോൺ, വെഹിക്കിൾ ലോൺ, അതോടൊപ്പം തന്നെ മൈക്രോ ഫിനാൻസ്, അതോടൊപ്പം തന്നെ എന്താണെങ്കിലും കൂടുതൽ ഇൻട്രസ്റ്റ് വാങ്ങിക്കുവാൻ സാധിക്കുകയും അതോടൊപ്പം അതിന് ഒരു സെക്യൂരിറ്റി എന്ന് വെച്ചാൽ കൊടുക്കുന്ന ലോണ് തിരിച്ചു പിടിക്കാനുള്ള ഒരു റിക്കവറിങ് കപ്പാസിറ്റി കൂടുതലുമാണ് ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയേക്കാൾ. മാത്രവുമല്ല അത് കേരളത്തിൽ നമുക്കിപ്പോൾ ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന നിലയ്ക്ക് ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിക്ക് സൗത്ത് ഇന്ത്യയിൽ മാത്രമാണ് പ്രവർത്തിക്കാനുള്ള പ്രവർത്തനാനുമതി. അതേസമയം ഒരു NBFCക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ബ്രാഞ്ചുകൾ സ്റ്റാർട്ട് ചെയ്യുവാനും പ്രവർത്തിക്കുവാനും സാധിക്കും. കൂടാതെ മറ്റൊരു NBFC ആണ് നമ്മുടെ ഐസിക്യൂർ ക്രെഡിറ്റ് ആൻഡ് ക്യാപിറ്റൽ സർവീസ് ലിമിറ്റഡ്, ICCS ലിമിറ്റഡ് എന്ന്. അതിനെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മുന്നമേ ഞാൻ പറഞ്ഞിരുന്നു, ഒരു സ്മോൾ ഫിനാൻസ് ബാങ്കായിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇത് രണ്ടും സൊസൈറ്റിയുടെ അസറ്റാണ്, സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റാണ്. ഇപ്പോൾ 26 വർഷം പൂർത്തിയാക്കിയ ICCSL ഇനി 30ാം വയസ്സിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്? സാർ ഒരു ചെയർമാൻ എന്ന രീതിയിൽ എന്താണ് പ്രധാന വെല്ലുവിളികൾ? ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ഇപ്പോൾ 5000 കോടി രൂപയാണ് ടേൺ ഓവർ എന്ന് ഞാൻ മുന്നേ പറഞ്ഞു. അതിനെ ഒരു 10,000-ന് മുകളിലേക്ക് തീർച്ചയായിട്ടും അത് 30 വർഷം എത്തേണ്ട, അതിന് മുമ്പ് തന്നെ എത്തിക്കും. അത് ഒരു ചെയർമാൻ എന്ന രൂപത്തിൽ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യും. അതോടൊപ്പം തന്നെ നമുക്ക് ഭാവിയിൽ നമ്മുടെ സൊസൈറ്റിയുടെ ബ്രാഞ്ചുകൾ എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും എത്തിക്കുകയും നൂതനമായ കോർ ബാങ്കിങ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷന് ശേഷം ന്യൂ ജനറേഷൻ ബാങ്കിങ് സംവിധാനത്തോടെ ബാങ്കിങ് സേവനം എല്ലാവർക്കും പ്രദാനം ചെയ്യുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഒരു കോർപ്പറേറ്റ് ഓഫീസ് തൃശ്ശൂർ കിഴക്കേക്കോട്ട നമ്മൾ 60 സെൻറ്റ് സ്ഥലം സൊസൈറ്റിയുടെ പേരിൽ വാങ്ങിയിട്ടുണ്ട്. ആ സ്ഥലത്ത് 8 നില ബഹുനില കെട്ടിടം തീർക്കുവാനും അത് സൊസൈറ്റിയുടെ ICCSL ടവർ എന്ന നാമധേയത്തിൽ ഒരു കോർപ്പറേറ്റ് ഓഫീസും മറ്റെല്ലാ സംവിധാനങ്ങളും ഒരു കുടക്കീഴിൽ തന്നെ എത്തുകയും ചെയ്യും. അവിടെയായിരിക്കും നമ്മുടെ വരാൻ പോകുന്ന ഷെഡ്യൂൾഡ് ബാങ്ക്, സ്മോൾ ഫിനാൻസ് ബാങ്ക്, അതോടൊപ്പം തന്നെ NBFC എല്ലാത്തിൻ്റെയും കോർപ്പറേറ്റ് ഓഫീസെല്ലാം ഇവിടെ തന്നെയായിരിക്കും. നമ്മൾ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് കൂടുതൽ ഗുണം കിട്ടുന്ന രൂപത്തിൽ അവർക്ക് ഭാവിയിൽ ഡിവിഡൻഡ് കൊടുക്കത്തക്ക രൂപത്തിൽ നമ്മുടെ സൊസൈറ്റിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കിട്ടുക എന്നുള്ളതാണ്. അങ്ങനെ ഡിവിഡൻഡ് കിട്ടത്തക്ക രൂപത്തിൽ അടുത്ത 3 വർഷത്തിനുള്ളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ നടത്തി സുതാര്യമായിട്ട്, ഞാൻ മുന്നമേ പറഞ്ഞു ഇൻവെസ്റ്റ്മെൻറ്റ് ഇനി ചെയ്യുമ്പോഴും ഏതാണെങ്കിലും ഒരു ഫൈനാൻഷ്യൽ സ്ക്രീനിങ് കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണത്തോടെ മാത്രമായിരിക്കും ചെയ്യുക. ആ ഫൈനാൻഷ്യൽ സ്ക്രീനിങ് കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം നമ്മൾ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ ഒരു നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കി എത്രയും പെട്ടെന്ന് തന്നെ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കാര്യവും 30 വർഷം പൂർത്തിയാകുന്നതിന് മുന്നമേ തന്നെ സൊസൈറ്റി ചെയ്തിരിക്കും. അത് ചെയർമാൻ രൂപത്തിൽ എൻ്റെ കർത്തവ്യമാണ്, കടമയാണ്, ഞാൻ ചെയ്യും. ചെയർമാൻ എന്ന നിലയിൽ സാറിന്റെ വികസന പദ്ധതികളുടെ ഭാഗമായിരുന്നല്ലോ എഞ്ചിനീയറിംഗ് കോളേജ് ഏറ്റെടുക്കൽ. അപ്പോൾ പുതിയ തലമുറയ്ക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നതായിരുന്നു അതിന്റെ പിന്നിൽ. എഞ്ചിനീയറിംഗ് കോളേജ് ഏറ്റെടുത്തത് 2018 കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിൽ ഏറ്റെടുക്കുമ്പോൾ ആ കോളേജ് എന്ന് പറയുന്നത് എറണാകുളത്തപ്പൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് എന്ന പേരിലൊരു കോളേജായിരുന്നു. അത് നമ്മൾ
ഏറ്റെടുത്തു. അതിൻ്റെ പേര് ICCS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് ചേഞ്ച് ചെയ്തു. അന്ന് ഏറ്റെടുക്കുമ്പോൾ ഏകദേശം 11 കോടി രൂപയോളം, 9 കോടിയാണോ 11 കോടിയോ അങ്ങനെ എന്തോ ആണ് ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആയത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 9 കോടിയാണെന്ന് തോന്നുന്നു. ആ ഇൻവെസ്റ്റ്മെൻറ്റ് ആയ സ്ഥാപനം ഞാൻ ഏറ്റെടുത്ത ശേഷം പിന്നീട് ഡെവലപ്പ് ചെയ്ത് ഇപ്പോൾ ഏകദേശം 115 കോടി വാല്യുവേഷനോടെ നമ്മൾ നല്ല രീതിയിൽ, ഈ റീസെൻ്റ്ലി ഉണ്ടായ വാല്യുവേഷൻ റിപ്പോർട്ട് 115 കോടിയാണ്. ആ ഒരു വാല്യുവേഷനുള്ള നല്ലൊരു അസറ്റായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചു. അന്ന് ഏറ്റെടുത്തപ്പോൾ ഉണ്ടായിരുന്ന അടച്ചുപൂട്ടലിൻ്റെ വക്കിൽ നിന്ന് ഒരു സ്ഥാപനത്തെ ഏറ്റെടുത്ത് ഇന്ന് മാർക്കറ്റിൽ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടേറെ കോളേജുകൾ പൂട്ടിപ്പോകുന്ന അവസ്ഥ, കുട്ടികൾ പഠിക്കാനില്ലാണ്ടിരുന്ന അവസ്ഥയിൽ നമ്മൾ മാർക്കറ്റിൽ നല്ലൊരു ഇമേജ് ഉണ്ടാക്കുകയും സൊസൈറ്റിയിലെ മെമ്പേഴ്സിലൂടെ മാർക്കറ്റ് ചെയ്ത് നല്ല രീതിയിൽ അതിനെ ഡെവലപ്പ് ചെയ്യുകയും ഇന്ന് ഏകദേശം 1000-ൽ പരം കുട്ടികളും പോളിടെക്നിക്കും എഞ്ചിനീയറിംഗും ഉൾപ്പെടെ 20-ൽ പരം ബ്രാഞ്ചസും ആയി ഈ സ്ഥാപനം മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ കോളേജിനെ സംബന്ധിച്ച് ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകരെ കൊടുക്കുകയും നല്ല ഡീൻ, അതോടൊപ്പം തന്നെ ഡയറക്ടർ, അതോടൊപ്പം പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, PhD ബേസ്ഡുള്ള HODമാർ, അങ്ങനെ നല്ല സംവിധാനത്തോടെ കുട്ടികൾക്ക് മാക്സിമം വിദ്യാഭ്യാസം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തു. അതോടൊപ്പം തന്നെ കോളേജുമായി ലിങ്ക് ചെയ്ത് ഒരു IAS അക്കാദമി നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ അനന്ത IAS അക്കാദമി എന്നാണ് അതിൻ്റെ പേര്. ഈ അനന്ത IAS അക്കാദമിയും ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഒരു അസറ്റ് തന്നെയാണ്. അതിലൂടെ IAS കോച്ചിങ് നടത്തുക, ഓൺലൈനായും ഓഫ്ലൈനായും നടത്തുക എന്നുള്ള ഒരു കാര്യവും നടക്കുന്നു. അതും നല്ല രീതിയിൽ പ്രോഫിറ്റിൽ മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കോളേജിലെ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് IAS കോച്ചിങ്ങും കൊടുക്കുന്ന ഒരു സംവിധാനം നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഒരു ലക്ഷ്യം ഭാവിയിൽ ഈ എഞ്ചിനീയറിംഗ് കോളേജിനെ ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയായി ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. സർ, കേരളത്തിൽ പുതിയ സംരംഭങ്ങൾ വരാൻ തടസ്സമുണ്ടെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഒരുപാട് പേരെ സംരംഭകനാക്കിയ ഒരാളെന്ന നിലയിൽ ഇപ്പോൾ സാറിൻ്റെ അഭിപ്രായം അറിയാൻ ജനങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരിക്കും. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ജനിച്ചതും വളർന്നതും കേരളത്തിലാണ്. ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഏറ്റവും കൂടുതൽ ബിസിനസ് പ്രദാനം ചെയ്യുന്നതും കേരളത്തിൽ തന്നെയാണ്. ഞാൻ ഒത്തിരിയേറെ യാത്രകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കേരളത്തിന് പുറത്തേക്ക് സപ്പോസ് പല മീറ്റിങ്ങുകൾക്കായി ഡൽഹി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ചെല്ലുന്നു കഴിയുമ്പോൾ നമ്മൾ ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി സൗത്ത് ഇന്ത്യയിൽ നിന്നാണ്, എക്സ്പെഷ്യലി കേരളത്തിൽ നിന്നുള്ള ഒരു വ്യക്തി എന്നുള്ളത് കേരളത്തിൽ ക്ലച്ച് പിടിക്കപ്പെട്ട ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ നാം എത്തി അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവർ തമാശ രൂപേണ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ആർ യു ഫ്രം കേരള? ഇപ്പം നിങ്ങളുടെ സൊസൈറ്റി ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യുന്ന കേരളത്തിൽ. അപ്പോൾ അവർ തിരിച്ച് ഇങ്ങോട്ട് പറയും, ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കേരളം എന്ന് പറയുന്നത് ജസ്റ്റ് ഹോളിഡേ ആഘോഷിക്കാൻ വന്നു പോകുന്ന ഒരു സ്ഥലം എന്ന് മാത്രമാണ്. പക്ഷേ നിങ്ങളെപ്പോലുള്ളൊരു വ്യക്തി ഒരു ഫൈനാൻഷ്യൽ സ്ഥാപനം അവിടെ ഇത്ര സൗത്ത് ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ഈ ഇന്ത്യയിലെ തന്നെ ഒരു വലിയ ഒരു സംരംഭമായിട്ട് ഉയർത്തിക്കൊണ്ട് വന്നത് വളരെ ആശ്ചര്യത്തോടെയാണ് അവർ കാണുന്നത്. ഞാൻ പറയുന്നത് കേരളം എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനെ ഒരു മോശം സംസ്ഥാനമല്ല. ഇവിടെ ഇഷ്ടം പോലെ സംരംഭങ്ങൾ വരുന്നുണ്ട്. ഇതിനെ അതിജീവിച്ച് പോകണം എന്നുള്ളതാണ്. ഇവിടെ ഞാൻ മുന്നമേ ഇത് തുടങ്ങിയ സമയത്ത് എനിക്ക് നേരിട്ട ക്രൈസിസുകളെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു. ഒത്തിരി ക്രൈസിസ് ഉണ്ടാവും, അതിനെ നമ്മൾ അതിജീവിക്കണം. ആ അതിജീവിക്കുക എന്നുള്ളത് നമ്മൾ നിയമത്തിൻ്റെ മുന്നിൽ സത്യസന്ധമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്, ഒരു സംരംഭമാണ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ആ സംരംഭത്തിന് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. അതിന് നിയമത്തിൻ്റെ മുമ്പിൽ അതിനെ അതിജീവിച്ച് കൊണ്ടുപോകണം. ഒത്തിരിയേറെ ബ്ലാക്ക് മെയിലേഴ്സ് വരും. ആ ബ്ലാക്ക് മെയിലേഴ്സിനെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവരവരുടെ വഴിക്ക് പോയിക്കോട്ടെ. മീഡിയയിൽ വരും. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാനലിൽ ഏകദേശം ഒരാഴ്ചയോളം ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയെ പറ്റിയും അതിലുപരി ഇരിക്കുന്ന എന്നെ പറ്റിയും വളരെ മോശമായിട്ട് പറഞ്ഞു, വളരെയധികം മോശമായിട്ട്. ആ മോശമായി പറഞ്ഞതിനെ ഒരിക്കലും ജനം അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇന്നും ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി കേരളത്തിൽ 100 കോടിയിൽ പരം രൂപ പെർ മന്ത് ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കേരളം എന്ന് പറയുന്നത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയൊരു സ്ഥലം തന്നെയാണ്, അതിനുള്ള മണ്ണ് തന്നെയാണ്. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ചെറുതും വലുതുമായ ആയിരക്കണക്കിന് സംരംഭകരെ
വളർത്തി എടുത്തിട്ടുണ്ട്. അത് ഈ സൊസൈറ്റി മുഖാന്തരം. ഈ സൊസൈറ്റിയിലൂടെ ലോൺ കൊടുത്തും സൊസൈറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തും പലരെയും വളർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. ആ വളർത്തിക്കൊണ്ടുവന്നവരെല്ലാം നല്ല നിലയിൽ ഈ സൊസൈറ്റി മുഖാന്തരം എത്തിച്ചേർന്നിട്ടുമുണ്ട്. കാരണം അവർക്ക് ഒരു ദീർഘവീക്ഷണമുണ്ട്. ആ ദീർഘവീക്ഷണത്തിലൂടെ ഒരു സത്യസന്ധമായ ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് യാതൊരു തടസ്സവുമില്ല. അവിടെ ആ ലക്ഷ്യം എത്തുക തന്നെ ചെയ്യും. ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ആ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്ന് അതിൻ്റെ സക്സസ് സമൂഹത്തിൻ്റെ മുമ്പിൽ തെളിയിച്ച ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു സ്ഥാപനത്തിൻ്റെ ചെയർമാനായി ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് 100% ഈ സ്ഥാപനത്തോടും എന്നെ വിശ്വസിക്കുന്ന ജനത്തോടും എന്നോടൊപ്പം നിൽക്കുന്ന എൻ്റെ വലത്തും ഇടത്തും പിന്നിലും നട്ടലായി നിൽക്കുന്ന എല്ലാവരോടും ആത്മാർത്ഥമായ നന്ദിയും കടപ്പാടും എന്നും എക്കാലവും എൻ്റെ ആയുസ് ഉള്ള കാലത്തോളം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ താങ്ക് യു സോ മച്ച് സർ. ഒരുപാട് സന്തോഷം. 26 വർഷത്തിൽ ഇപ്പോൾ സർ സംസാരിച്ചതിൽ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സാറിനെ പോലുള്ള ആളുകൾ നമ്മളെല്ലാവർക്കും, പ്രേക്ഷകർക്കും അതുപോലെ സൊസൈറ്റിയിലാണെങ്കിലും ഉള്ളവർക്കും എല്ലാവർക്കും പ്രചോദനമാണ്. എന്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും അത് തരണം ചെയ്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകണം എന്നുള്ളതും. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു സോ മച്ച്.